മുണ്ടക്കയം 35 മൈൽ ടൗണിൽ വനം വകുപ്പിന്റെ സ്റ്റേഷൻ വളപ്പിൽ നിൽക്കുന്ന വൻമരങ്ങൾ നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ജീവന് ഭീഷണിയാകുന്നു. ദേശീയപാതയോരത്ത് നിൽക്കുന്ന ഈ മരം ഏത് നിമിഷവും കടപുഴകി വീഴാവുന്ന അവസ്ഥയിലാണ്. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിൽ ഫോറസ്റ്റ് സ്റ്റേഷൻ വളപ്പിലെ ഒരു തേക്ക് മരം ഒടിഞ്ഞ് ദേശീയപാതയിലേക്ക് വീണിരുന്നു. ഭാഗ്യവശാൽ ഈ സമയം റോഡിലൂടെ വാഹനങ്ങൾ കടന്നു പോകാതിരുന്നതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത്. എങ്കിലും പാതയോരത്ത് പാർക്ക് ചെയ്തിരുന്ന 2 കാറുകൾക്ക് മുകളിൽ മരത്തിന്റെ ചില്ലകൾ വീണ് സാരമായ നാശനഷ്ടം സംഭവിച്ചു. നിലവിൽ നിൽക്കുന്ന മരത്തിന്റെ വൻ ശിഖരങ്ങൾ ദേശീയപാതയിലേക്ക് ചാഞ്ഞാണ് നിൽക്കുന്നത്. ഇതിന് താഴെയായി ഓട്ടോറിക്ഷ സ്റ്റാൻഡും പ്രവർത്തിക്കുന്നുണ്ട്. ഓട്ടോ തൊഴിലാളികളും യാത്രക്കാരും ജീവൻ പണയപ്പെടുത്തിയാണ് ഇവിടെ നിൽക്കുന്നത്. ലക്ഷങ്ങൾ വിലമതിക്കുന്ന പോലീസ് നിരീക്ഷണ ക്യാമറകൾക്കും ഈ മരങ്ങൾ ഭീഷണിയാണ്. ക്യാമറകൾക്ക് തൊട്ട് മുകളിലാണ് മരച്ചില്ലകൾ പന്തലിച്ച് നിൽക്കുന്നത്. ഇതിനു പുറമെ കഴിഞ്ഞ ദിവസം ഒടിഞ്ഞ മരത്തിന്റെ ഒരു കൂറ്റൻ ശിഖരം എപ്പോൾ വേണമെങ്കിലും നിലംപതിക്കാവുന്ന അവസ്ഥയിൽ കുടുങ്ങി നിൽപ്പുണ്ട്. ചെറിയൊരു കാറ്റ് വീശിയാൽ പോലും ഇത് താഴേക്ക് പതിക്കാവുന്ന നിലയിലാണ്. ഈ ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ പരിധിയിൽ ഉൾപ്പെട്ടുകൊണ്ട് കുറേ മരങ്ങൾ കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റിലും മഴയിലും ആ പ്രദേശത്തു നിന്നും ഉണ്ടായ അപകടം വളരെ ദയനീയമാണ്. തേക്ക് മരങ്ങൾ കടപുഴകി വീഴുകയും അവിടെ പാർക്ക് ചെയ്തിരുന്ന 2 വാഹനങ്ങളുടെ മേളിലേക്ക് പതിക്കുകയും സന്ദർഭം അനുസരിച്ച് അതിന് താളില്ലാത്തതുകൊണ്ട് ആളപായം ഉണ്ടായില്ല. മറിച്ച് അതിന് തൊട്ടടുത്ത് കിടക്കുന്ന ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ അന്ന് ആളുകൾ അവിടുന്ന് മാറ്റപ്പെട്ടതുകൊണ്ട് മാത്രം വലിയ അപകടം ഉണ്ടാകാതിരുന്നതുമാണ്. ഈ മരങ്ങൾ ഇവിടുന്ന് മുറിച്ചു മാറ്റാൻ അനധികൃതർ ശ്രദ്ധിക്കണമെന്നാണ് ഇവിടുത്തെ നിവാസികളുടെ അഭിപ്രായം. ഇനിയും ഈ കാലവർഷം ഉണ്ടായാൽ അതുതന്നെ പോലീസിൻ്റെ സംവിധാനത്തിലുള്ള ക്യാമറ ഉൾപ്പെടുന്ന ഇതെല്ലാം ഇതിൻ്റെ കീഴിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ അതൊക്കെ വെട്ടിമാറ്റി സ്വതന്ത്രമായിട്ട് ഇവിടുത്തെ വാഹനങ്ങൾക്ക് സഞ്ചാരം നടത്തുവാനും ജനങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ നടക്കുവാനുമുള്ള സന്ദർഭം ഒരുക്കണമെന്നാണ് ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യം. പോലീസ് അധികാരികൾ ഉൾപ്പെടെ പലതവണ പരാതി നൽകിയിട്ടും വനം വകുപ്പ് തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. അടിയന്തരമായി ഈ മരങ്ങൾ മുറിച്ചുമാറ്റി അപകട ഭീഷണി നീക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. ഫെസ്റ്റ് ന്യൂസ്, മുണ്ടക്കയം.